ശരി. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് വയനാടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്ക ആവശ്യമില്ല. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 2-1 എന്നൊക്കെ പറയുമ്പോ നമ്മൾ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പറയാം, ആശങ്ക ഒന്നും വേണ്ട. അവസാനത്തെ ദുരന്തബാധിതനും കയറി കിടക്കാൻ ഇടം കൊടുക്കാൻ എത്രയാണോ ഇടം വേണ്ടത് അത് നമ്മൾ സംഭരിക്കും. അതിനുള്ള സൗകര്യം ഉണ്ടാക്കും. ഒരു പ്രയാസമുണ്ട്. ഓക്കെ. ഈ മിനിസ്റ്റർ, സ്വന്തം സർക്കാർ അവിടെ ടൗൺഷിപ്പ് വരുന്നു എന്നൊക്കെ ആണല്ലോ. പക്ഷെ സ്വന്തം നിലയിൽ കുറച്ച് ആളുകൾ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മാനന്തവാടി രൂപത, എറണാകുളത്തെ ഒരു ഗ്രാമം, ഇൻ കേസ് മുസ്ലിം ലീഗ് പോലും 100 വീടിനുള്ള സ്ഥലം സ്വന്തം നിലയിൽ നോക്കുന്നു എന്ന് പറഞ്ഞു. സർക്കാരിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വലുതാണ്, അതുകൊണ്ട് 30 സംതിങ് വരുന്നുണ്ട്. സ്വന്തം നിലയിലാണെങ്കിൽ അത്രയും വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ മാനു എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ സ്വന്തം നില അവിടെ വീട് നിർമ്മാണം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങൾ മിനിസ്റ്റർക്കുണ്ടോ? തീർച്ചയായിട്ടും ആ വിധത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്നത് 2 കാര്യങ്ങളാണ് ഷോർട്ടായി പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മളൊരു ടൗൺഷിപ്പ്, ഒരു ആശയം ഉണ്ടാകുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു വല്ലാത്ത പ്രയാസം. പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് വന്ന് ചൂരൽമലയിലും ദൈവത്തിന്റെ ഞങ്ങൾ ഒറ്റപ്പെടുത്തുകയും പിരിക്കുകയും ചെയ്തു, ഇനി ബാക്കിയുള്ള ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം എന്നൊരാഗ്രഹത്തിന്റെ പുറത്താണ് ഒറ്റ കേന്ദ്രം എന്ന ആലോചനയിലേക്ക്, അതായത് ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് നമ്മൾ വരുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക. എന്നാൽ ചിലർ മറ്റിടങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പോകേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ കോസ്റ്റിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്നത്. കോസ്റ്റ് ഇപ്പോഴും പൂർണ്ണമായി ഫൈനലൈസ് ചെയ്യപ്പെട്ട ഒന്നല്ല. കാരണം 30 ലക്ഷം ഇങ്ങനെ പുറത്തു വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധാരണ നിലയിൽ ഇതിന്റെ പ്രോജക്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു വീട് പണിയാൻ എത്ര കാശ്, അത് 2 നില വീട്, അതിനുള്ള തറ, അത് RCC ആണെങ്കിൽ 30 ലക്ഷം രൂപ വരെ വന്നേക്കും എന്ന ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അവർ പറഞ്ഞു. പക്ഷെ അത് എത്ര വീടുകൾക്ക് എന്ന് നിശ്ചയിച്ചിട്ടില്ല. അതൊരു 500 വീടിനാകുമെങ്കിൽ ഒരു വീടിന് എത്ര കോസ്റ്റ് വരും അത് നിർണയിച്ചിട്ടില്ല, വല്ലാതെ കുറയും. രണ്ടാമത്തെ കാര്യം, ഈ വീടിന്റെ കോസ്റ്റ് വരുമ്പോ ആ ഭൂമിയുടെ ഡെവലപ്മെന്റ് കൂടി ആ കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഭൂമിയുടെ ഡെവലപ്മെന്റ് പൂർണ്ണമായും സർക്കാർ CMDRF ൽ നിന്ന് ചെലവഴിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വീടിന്റെ കോസ്റ്റ് മാത്രമേ. അതായത് പുതുതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന വീടിന്റെ നിർമ്മാണ ചെലവ് കുറയും. അതെ, നിർമ്മാണ ചെലവ് കുറയുമെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ വരുന്ന എസ്റ്റിമേറ്റിൽ ഭൂമിയുടെ ഡെവലപ്മെന്റ് ഉണ്ട്, അത് പൂർണ്ണമായി സർക്കാർ. ഭൂമി നികത്തലും ഭൂമി എല്ലാം സർക്കാർ. വീടിന്റെ കോസ്റ്റ് മാത്രമേ സ്പോൺസർമാർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 30 ലക്ഷം എന്നുള്ളത് കുറഞ്ഞേക്കും, നന്നായി കുറയും. 2 RCC എന്ന നിലയിൽ ചിലപ്പോൾ പില്ലറുകളിലൊക്കെ നിർത്തേണ്ടി വന്നാൽ എങ്ങനെ എന്നുള്ളതാണ് അവര് തന്ന കണക്ക്. അതും ഒരു വീടിന് മാത്രമാണ്. അതിപ്പോഴാണ് അവർക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞത്. 27/12 കോടതി വിധിച്ചത്. അതിനുശേഷമാണ് അകത്ത് കടന്ന് സോയിൽ ടെസ്റ്റും അതുവരെയുള്ള ഏരിയൽ സർവേ ആണ് ഉണ്ടായിരുന്നത്. നേരിട്ടിട്ടുള്ള ഫിസിക്കൽ സർവേ നടക്കുന്നത് ഇപ്പോഴാണ്. മാത്രമല്ല അവിടെ സോയിൽ ടെസ്റ്റ് നടക്കുന്ന ഇപ്പോഴാണ്. എല്ലാം പൂർത്തീകരിച്ചു. സോയിൽ ടെസ്റ്റ് ഏതാണ്ട് പൂർത്തീകരിച്ചു. 15-നുള്ളിൽ, ഫെബ്രുവരി 15-നുള്ളിൽ ആ നടപടിക്രമങ്ങൾ അവസാനം. മണ്ണ് പരിശോധന പൂർത്തിയായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് ഫെബ്രുവരി പൂർത്തിയാവുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മണ്ണിന്റെ സ്വഭാവം കൂടി കണ്ടാൽ അവിടെ ഏത് തരത്തിലുള്ള വീട് വേണം എന്നറിയാം. ടോട്ടൽ വീടിന്റെ കോസ്റ്റ് എത്രയാണ്. അപ്പൊ ഇത് കൂട്ടി നമ്പർ കൊണ്ട് ഹരിച്ചതായിരിക്കുമല്ലോ നമ്മുടെ പുതിയ കോസ്റ്റ് വരുന്നത്. മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞതുപോലെ ആ കോസ്റ്റ് ഇപ്പോഴും ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഏകദേശം ഒരു ഏരിയൽ സർവേ നടത്തിയ ഈ നെടുമ്പാലയിൽ അല്ലെങ്കിൽ എൽസ്റ്റോണിൽ ഒരു വീട് വെക്കാൻ എത്ര കാശ്, അതിലേക്കാണ് RCC ആണെങ്കിൽ ഇത്ര വരും. പക്ഷെ അത് 500 വീടുകളാകുമ്പോ അല്ലെങ്കിൽ എത്രയാണ് വീടുകളാകുമ്പോ ഡെവലപ്മെന്റ് പൂർണ്ണമായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളപ്പോ വീട് മാത്രം പണിയാൻ എത്ര എന്നുള്ളതിലേക്ക് സോയിൽ ടെസ്റ്റ് കൂടി കഴിഞ്ഞു വരുമ്പോ നല്ലതുപോലെ കുറയും. 20 ലക്ഷത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ 2 പേരും എഞ്ചിനീയർമാരല്ല. മാത്രമല്ല 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ആയാലും പക്ഷേ എന്നാലും ഗണ്യമായി ഏറ്റവും കുറഞ്ഞത് അതിലേക്ക് തന്നെ മറ്റു മെറ്റീരിയൽ സ്പോൺസർഷിപ്പ് വരുന്നതിനെ കുറിച്ചും ഗവൺമെന്റ് ആലോചിക്കും. അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. വീടല്ലാതെ ഞങ്ങൾ കുറച്ച് സിമന്റ് തരാം, ഞങ്ങൾ കുറച്ച് കമ്പി തരാം. അപ്പൊ അതുകൂടി PMCയിലേക്ക് നമ്മൾ കൈമാറിയാൽ, EPCയിലേക്ക് നമ്മൾ കൈമാറിയാൽ അതുകൂടി ഈ കോസ്റ്റ് കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീടിന്റെ പണം മാത്രമേ സ്പോൺസർമാർക്ക് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഫെബ്രുവരി അവസാനം വരെ അതിന് കാത്തിരിക്കുക. ഇപ്പോ വിട്ടുപോകാവുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകേണ്ടതില്ല. കാരണം പരമാവധി ഇവരെല്ലാം ഒരു കേന്ദ്രത്തിൽ വന്നാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നം അറിയാലോ. അവർക്കെല്ലാം ഒരുമിച്ച് താമസിക്കാം. ഉണ്ണിമാഷും അരുണും ഞാനും ഒക്കെ പല സ്ഥലത്ത് നിന്ന് പറഞ്ഞ പോലെ നമുക്ക് പഴയ പാട്ടുപാടി വീണ്ടും വെള്ളാർമല സ്കൂളിലേക്ക് വരണ്ടേ, അതിന്റെ അടുത്ത് താമസിക്കണ്ടേ, സ്വപ്നങ്ങൾ പലതുണ്ടല്ലോ. അപ്പൊ ഒരുമിച്ച് വരിക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.